നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. വിപണി ഇടിയുമ്പോൾ എല്ലാവരും പറയും ബൈ ദ ഡിപ്പ് എന്ന്. ഞാനും എപ്പോഴൊക്കെ വിപണി ഇടിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ല ഓഹരിയിൽ അവസരം കണ്ടെത്തണമെന്നാണ്. പക്ഷെ ബൈ ദ ഡിപ്പിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്നവരുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൈ ദ ഡിപ്പ് എന്ന തന്ത്രവും ആവറേജിംഗ് ട്രാപ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. വിവേകും ധൃതിയും കൂട്ടുകാരായിരുന്നു. ഒരിക്കൽ നിഫ്റ്റിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓഹരിയായിരുന്ന യെസ് ബാങ്കിൽ ഇരുവരും നിക്ഷേപം നടത്തി. 2018 ഇതിന്റെ വില 400 രൂപയ്ക്ക് മുകളിലായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി. കമ്പനിയിലെ അഴിമതി വാർത്തകളും മാനേജ്മെന്റ് തകർച്ചയും പുറത്തു വന്നതോടെ ഓഹരി വില താഴേക്ക് കുത്തി വീണു. ഈ സമയത്ത് വിവേക് ഓഹരിയിൽ നിന്നും എക്സിറ്റ് ആയി. പക്ഷെ ധൃതി എക്സിറ്റ് ആവാൻ തയ്യാറായില്ല. 300-ലെത്തിയപ്പോൾ വിചാരിച്ചു ഇതൊരു ഡിസ്കൗണ്ട് ആണ്, വാങ്ങാമെന്ന്. 200-ലെത്തിയപ്പോൾ കരുതി ഇനി താഴില്ല എന്ന്. 100-ലെത്തിയപ്പോൾ ധൃതി വീണ്ടും പ്രതീക്ഷ കൈവിട്ടില്ല. ഇതൊരു വമ്പൻ അവസരമാണെന്ന് വിചാരിച്ചു. കാരണം 404 രൂപ വരെ കയറിയ ഓഹരിയല്ലേ. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇന്ന് ആ ഓഹരി 20 മുതൽ 30 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ധൃതിക്ക് മുതലിൽ 90% നഷ്ടമാണ് ഉണ്ടായത്. അവൾ ആവറേജ് ചെയ്ത ഓരോ രൂപയും ആ ശൂന്യതയിലേക്ക് ഒലിച്ചുപോയി. ഇന്ന് ഒരു ടൈം മെഷീൻ ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പിലും വാങ്ങിയ ധൃതിയോട് നമ്മൾ പറഞ്ഞേനെ വാങ്ങല്ലേ വാങ്ങല്ലേ എന്ന്. വിവേകത്തോടെ തീരുമാനമെടുത്തപ്പോൾ ധൃതി പിടിച്ച് മണ്ടത്തരം കാണിച്ചു. ഇവിടെ യെസ് ബാങ്കിൽ ധൃതി ചെയ്തത് ബൈ ദ ഡിപ്പ് അല്ല, മറിച്ച് ആവറേജിംഗ് ആണ്. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങി ആവറേജ് പ്രൈസ് കുറയ്ക്കുന്നത് ലാഭകരമാണെന്ന് തോന്നാം. എന്നാൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു ഡിസ്കൗണ്ട് തന്നെയാണോ അതോ തകരുന്ന ഒരു കമ്പനിയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പല നിക്ഷേപകരും ആവറേജ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഭാവി വിശ്വാസമുള്ളത് കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ നഷ്ടം എങ്ങനെയെങ്കിലും നികത്തണമെന്ന വാശിയിലാണ്. ഇതിനെയാണ് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഓഹരി വാങ്ങിയതെന്ന് വിപണിയെ ബാധിക്കുന്ന കാര്യമല്ല. 50% ഇടിഞ്ഞ ഒരു ഓഹരി അവിടെ നിന്ന് വീണ്ടും 50% ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു ഓഹരിയിൽ വീണ്ടും പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇടിവിന് പിന്നിലെ കാരണം എന്തെന്നത് മനസ്സിലാക്കി വെക്കുക. ആഗോള വിപണിയിലെ തകർച്ചയോ യുദ്ധമോ കാരണം നല്ലൊരു കമ്പനിയുടെ വില കുറഞ്ഞതാണെങ്കിൽ, ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ വില കൂടിയത് കൊണ്ട് പെയിന്റ് കമ്പനികളുടെ വില കുറയുന്നതൊക്കെ അവസരമായേക്കാം. അതല്ല കമ്പനിയിലെ അഴിമതി, മോശം മാനേജ്മെന്റ് അല്ലെങ്കിൽ ലാഭം സ്ഥിരമായി കുറയുന്നത് എന്നിവയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ആവറേജ് ചെയ്യരുത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അടുത്തത്. ഇന്ന് നിങ്ങളുടെ കൈവശം നിക്ഷേപിക്കാൻ അധികമായൊരു തുകയുണ്ടെങ്കിൽ അത് നഷ്ടത്തിലുള്ള ഒരു ഓഹരിയിലാണോ അതോ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിലോ എനർജി സെക്ടറിലാണോ നിക്ഷേപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? മികച്ച ലാഭം തരുന്ന ഒന്നിനെ ഉപേക്ഷിച്ച് നഷ്ടത്തിലുള്ളതിനെ ശ്രദ്ധിക്കുന്നത് ബുദ്ധിയല്ല. 25% റൂളാണ് അവസാനത്തത് പ്രധാനവുമായ കാര്യം. ഒരു കമ്പനി നിങ്ങൾ എത്ര സ്നേഹിച്ചാലും നിങ്ങളുടെ ആകെ പോർട്ട്ഫോളിയോയുടെ 20 മുതൽ 25% കൂടുതൽ തുക ഒരൊറ്റ ഓഹരിയിൽ മാത്രം നിക്ഷേപിക്കരുത്. ആവറേജ് ചെയ്ത് നിങ്ങളുടെ പണം മുഴുവൻ ഒരു മോശം കമ്പനിയിൽ കുടുങ്ങി പോകാൻ ഇത് കാരണമാകും. സ്മാർട്ട് നിക്ഷേപകർ ചെയ്യുന്നത് പിരമിഡിംഗ് എന്ന തന്ത്രമാണ്. അതായത് നഷ്ടത്തിലുള്ള ഓഹരികൾ ആവറേജ് ചെയ്യുന്നതിന് പകരം ലാഭത്തിലുള്ള ഓഹരികൾ കൂടുതൽ പണം നിക്ഷേപിക്കുന്ന രീതിയാണിത്. പിരമിഡിംഗ് അപ്പ് എന്നാൽ നന്നായി വളരുന്ന ഓഹരികളിൽ കൂടുതൽ പണം ഇടുന്നു, കമ്പനിയുടെ വളർച്ച നേരിട്ട് കണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ആവറേജിംഗ് ഡൗൺ ആണ് ഇതിന്റെ ഓപ്പോസിറ്റ്. അതായത് മോശം പ്രകടനം നടത്തുന്നതിൽ കൂടുതൽ പണം ഇടുന്നു, പ്രതീക്ഷ മാത്രം കൈമുതൽ ഇവിടെ ഉണ്ട്. ഓർക്കുക, ഡോണ്ട് ത്രോ ഗുഡ് മണി ആഫ്റ്റർ ബാഡ്. അതായത് നഷ്ടത്തിലുള്ള ഒരു ഓഹരിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ലാഭം തരുന്ന മറ്റൊന്നിലേക്ക് മാറുന്നതാണ്. എന്നാൽ നല്ല ആവറേജിംഗ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ കൈവശമുള്ള ഒരു ഓഹരി വില കുറയുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ലാഭത്തിലും വിൽപ്പനയിലും കുറവ് വന്നിട്ടില്ലെങ്കിൽ അത് നല്ല ആവറേജ് നിങ്ങളുടെ അവസരമാണ്. ഒരു യുദ്ധം മൂലമോ പലിശ നിരക്ക് കൂടിയത് മൂലമോ അല്ലെങ്കിൽ വിപണി മൊത്തമായി ഇടിയുന്നത് കൊണ്ടോ ഒരു നല്ല ഓഹരിയുടെ വില കുറഞ്ഞാൽ അത് വാങ്ങാവുന്നതാണ്. ആ മേഖലയിലെ ഏറ്റവും മികച്ച കമ്പനിയാണെങ്കിൽ താൽക്കാലിക തിരിച്ചടികൾക്ക് ശേഷം അവ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പനിയുടെ നടത്തിപ്പുകാർ സത്യസന്ധരും കഴിവുള്ളവരുമാണെങ്കിൽ ആ ഓഹരിയിൽ കൂടുതൽ വിശ്വസിക്കാം. മറിച്ച് 100 രൂപയുടെ ഒരു ഓഹരി 20 രൂപയായെന്ന് കരുതി മാത്രം വാങ്ങരുത്. അത് 20-ൽ നിന്ന് 2 രൂപയിലേക്കും താഴാം. ഞാൻ 150-ന് വാങ്ങിയതാണ്, അത് തിരിച്ചു വരുന്നത് വരെ ഞാൻ ആവറേജ് ചെയ്യുമെന്ന വാശി നിക്ഷേപത്തിൽ വലിയ പരാജയത്തിന് കാരണമാകും. ഗുഡ് ആവറേജിംഗ് ചെയ്യുമ്പോൾ ഓഹരി താഴോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതം അത് തിരിച്ച് കയറി തുടങ്ങുമ്പോൾ വാങ്ങുന്നതാണ്. ഇതിനെ അപ്വേർഡ് ആവറേജിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സമയം വിപണിയിലെ വിദഗ്ധർ ബൈ ദ ഡിപ്പ് എന്ന് പറയുമ്പോൾ പലരും അത് ആവറേജിംഗ് ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും തമ്മിൽ സൂക്ഷ്മമായ എന്നാൽ നിർണായകമായ ചില വ്യത്യാസങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ ബൈ ദ ഡിപ്പ് എന്നത് ഒരു തന്ത്രമാണ് അഥവാ സ്ട്രാറ്റജിയാണ്. ആവറേജിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റിയാക്ഷൻ ആണ്. ബൈ ദ ഡിപ്പ് എന്നാൽ അടിസ്ഥാനപരമായി വളരെ ശക്തമായ ഒരു കമ്പനിയുടെ ഓഹരി വില വിപണിയിലെ താൽക്കാലികമായ ഇടിവ് കാരണം കുറയുമ്പോൾ കുറഞ്ഞ വിലയിൽ അത് വാങ്ങുക എന്നതാണ്.
ഇവിടെയുള്ള പ്രധാന ഘടകം ഗുണമേന്മ അഥവാ ക്വാളിറ്റിയാണ്. ഒരു നല്ല കമ്പനി, ഉദാഹരണത്തിന് സ്ഥിരമായി ലാഭം ഉണ്ടാക്കുന്ന മികച്ച മാനേജ്മെന്റ് ഉള്ള വലിയ കടമില്ലാത്ത കമ്പനി വിപണിയിലെ പരിഭ്രാന്തി കാരണം മാത്രം താഴേക്ക് വരുമ്പോൾ അതൊരു ഡിസ്കൗണ്ട് ആയി കണ്ട് നിക്ഷേപകർ വാങ്ങുന്നു. കുറഞ്ഞ വിലയ്ക്ക് മികച്ച ഒരു ആസ്തി കൈക്കലാക്കുക എന്നതാണ് ഇവിടെ ലക്ഷ്യം. ആവറേജിംഗ് എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ആവറേജിംഗ് മിക്കവാറും സംഭവിക്കുന്നത് ഒരു നിക്ഷേപകൻ ഇതിനകം ഒരു ഓഹരി വാങ്ങിയിട്ട് അത് നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ്. ഇവിടെയുള്ള പ്രധാന ഘടകം നഷ്ടം കുറയ്ക്കൽ അഥവാ ലോസ് റിഡക്ഷൻ ആണ്. ഒരു നിക്ഷേപകൻ തന്റെ പഴയ വാങ്ങൽ വില, അതായത് ആവറേജ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി മാത്രം വീണ്ടും വീണ്ടും അതേ ഓഹരി വാങ്ങുന്നു. കമ്പനി തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും പഴയ തെറ്റ് തിരുത്താനായി അതിലേക്ക് കൂടുതൽ പണം ഒഴുക്കുന്ന അവസ്ഥയാണിത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിലവിൽ നഷ്ടത്തിൽ കിടക്കുന്ന ഒരു ഓഹരിയെ കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങൾ ഡിപ്പിൽ വാങ്ങിയതാണോ അതോ ആവറേജ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഇതിനായി ഒരു ഓഹരി നഷ്ടത്തിൽ നിൽക്കുമ്പോൾ അത് വിൽക്കണോ അത് കൂടുതൽ വാങ്ങി ആവറേജ് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡിസിഷൻ മെട്രിക്സ് തയ്യാറാക്കാവുന്നതാണ്. ഇതിനായി നിലവിൽ നഷ്ടത്തിൽ കിടക്കുന്ന ഓഹരികൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓരോ ഓഹരിക്കും ഈ സ്ക്രീനിൽ കാണിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. ഓരോ ചോദ്യത്തിനും അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം നൽകുക. കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അതെ എന്ന ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ബിസിനസ്, മാനേജ്മെന്റ് എന്നിവയിലൊക്കെ അതെ എന്ന ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഓഹരിയിൽ ആത്മവിശ്വാസത്തോടെ തുടരാം, അല്ലെങ്കിൽ കുറഞ്ഞ വിലയിൽ വീണ്ടും വാങ്ങാം. അല്ല എന്ന ഉത്തരം വരുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ അപകട മേഖലകളാണ്. അവിടെ നിങ്ങൾ ആവറേജ് ചെയ്യുന്നത് നിങ്ങളുടെ പണം കളയുന്നതിന് തുല്യമാണ്. ഇനി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ്സ് കമ്പനിയുടെ പ്രൊമോട്ടർമാർ ഓഹരി പണയം വെച്ചിട്ടുണ്ടോ, അക്കൗണ്ടിൽ കൃത്രിമം കാണിച്ചോ, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണോ എന്നിങ്ങനെയുള്ള സൂചനകളാണ്. ഈ മൂന്നിൽ ഒന്നുണ്ടെങ്കിൽ പോലും ആവറേജ് ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഒരു ഓഹരിയിൽ നിന്ന് നഷ്ടത്തോടെ പുറത്തു വരുന്നത് പരാജയമല്ല, മറിച്ച് ആ പണം ഉപയോഗിച്ച് കൂടുതൽ ലാഭം തരുന്ന മറ്റൊരു ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു വിജയത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത് നിക്ഷേപകരുടെ ഇടയിൽ മാത്രമല്ല, ട്രേഡേഴ്സിന്റെ ഇടയിലും ഉണ്ട് കേട്ടോ. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകളിൽ ആവറേജിംഗ് ചെയ്യുന്നത് നിക്ഷേപമല്ല, മറിച്ച് വലിയൊരു മണ്ടത്തരമാണ്. ഓപ്ഷനുകളിൽ ഇത് ഒരിക്കലും ചെയ്യരുത്. കാരണം നോക്കാം, തീറ്റ ഡേക്ക് തന്നെയാണ് ആദ്യത്തെ. ഓപ്ഷനുകൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഓരോ ദിവസവും കഴിയും തോറും അതിന്റെ മൂല്യം അഥവാ ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നഷ്ടത്തിലുള്ള ഒരു ഓപ്ഷനിൽ വീണ്ടും പണം മുടക്കുമ്പോൾ സമയം നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. സീറോ വാല്യൂ റിസ്ക് ആണ് അടുത്തത്. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ എക്സ്പയറി ദിവസം 0 ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എത്ര തവണ ആവറേജ് ചെയ്താലും വിപണി നിങ്ങളുടെ ദിശയിൽ വന്നില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. സങ്ക് കോസ്റ്റ് ഫാൾസി ഇവിടെയും ബാധകമാണ്. നഷ്ടം തിരിച്ചു പിടിക്കാനുള്ള വെമ്പലിൽ കൂടുതൽ പണം ഒഴുക്കുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ തെറ്റായ ഒരു ട്രേഡിലാണ് പ്രവേശിച്ചതെന്ന് വിപണി കാണിച്ചു തരുമ്പോൾ അത് അംഗീകരിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് പുറത്തു വരികയാണ് വേണ്ടത്. അൺലിമിറ്റഡ് ലോസ് സ്റ്റോക്കുകൾ 0 ആകാൻ സമയമെടുക്കും, എന്നാൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ വളരെ വേഗത്തിൽ 0 ആക്കും. നിങ്ങൾ ഒരു ഡെറിവേറ്റീവ് ട്രേഡർ ആണെങ്കിൽ ഒരിക്കലും ആവറേജ് ചെയ്യരുത്. ഓപ്ഷൻ വാങ്ങുമ്പോൾ അത് ലാഭത്തിലാണെങ്കിൽ മാത്രം പൊസിഷൻ കൂട്ടുക, നഷ്ടത്തിലാണെങ്കിൽ ഒരിക്കലും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങരുത്. സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും വെക്കുക. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ എത്ര രൂപ നഷ്ടപ്പെട്ടാൽ ഞാൻ പുറത്ത് പോകും എന്ന് തീരുമാനിക്കുക. ആ വിലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പുറത്തു കിടക്കുക. വിപണിയോട് വാശി പിടിക്കരുത്. റിസ്ക് മാനേജ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം. നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ ചെറിയൊരു ശതമാനം, ഉദാഹരണത്തിന് 1 to 2% മാത്രം ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുക. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. തുടക്കക്കാർ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. അത് ലോസ് ആകാനുള്ള സാധ്യത 90% ആണ്. പകരം അറ്റ് ദ മണിയോ അല്ലെങ്കിൽ ഇൻ ദ മണി ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ്. ധൃതിയെ പോലെ തിടുക്കം കാണിച്ച് നഷ്ടം വരുത്തണോ അതോ വിവേകിനെ പോലെ പഠിച്ച് നിക്ഷേപിക്കണോ എന്ന് തീരുമാനിക്കുക. ഓർക്കുക, നിങ്ങൾ വാങ്ങുന്നത് വിലയല്ല, കമ്പനിയുടെ ബിസിനസ് ആണ്. തെറ്റായ കമ്പനിയിൽ ആവറേജ് ചെയ്യുന്നത് കെണിയാണ്. പക്ഷെ ശരിയായ കമ്പനിയിൽ വാങ്ങുന്നത് മാത്രമായിരിക്കും അസറ്റ്.